ഒപ്പം അറിയുന്ന മറ്റൊരു വാർത്ത വയനാട്ടിലെ കുറുവ ദ്വീപ് ജീവനക്കാരനെ കാട്ടാന ആക്രമിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വീണ്ടും കാട്ടാന ആക്രമണം ഒരു തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് വയനാട്ടിൽ ഇപ്പോൾ ഉള്ളത്. വിവരങ്ങളുമായി ഷിബു ചേരുന്നുണ്ട്. ഷിബു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിദ്യ ഇന്ന് അല്പസമയം മുമ്പാണ് കുറുവ ദ്വീപിലെ താൽക്കാലിക ജീവനക്കാരനെ പോളിനെ കാട്ടാന ആക്രമിച്ചത്. കുറുവ ദ്വീപിൽ ജോലിക്കെത്തിയതായിരുന്നു അദ്ദേഹം. ഉടൻ തന്നെ മാനന്തവാടിയിലെ വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഉള്ളത്. ആദ്യം ആശുപത്രിയിലേക്ക് കൊണ്ടുവരും വഴി സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് അപകടാവസ്ഥയിലാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് അധികൃതർ പറഞ്ഞിട്ടുള്ളത്. ആവശ്യം വന്നാൽ, അതായത് ഇപ്പോൾ വാരിയലിനും മറ്റും പൊട്ടുള്ളതായി പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പരിക്ക് ഗുരുതരമാണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യും. ഇവിടെ തന്നെ ചികിത്സാ സംവിധാനം ഒരുക്കാൻ കഴിയുമോ എന്നും ആലോചിക്കുന്നുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ നൽകാൻ കഴിയുമായിരിക്കും. വയനാട്ടിലെ രൂക്ഷമായ വന്യമൃഗശല്യം കൊണ്ട് എല്ലാ പ്രദേശവും പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതിനിടെയാണ് വീണ്ടും ഒരു കാട്ടാനയുടെ ആക്രമണം കൂടി ഉണ്ടായിട്ടുള്ളത്. ഇദ്ദേഹം കുറുവ ദ്വീപിലെ EDC ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയിലെ താൽക്കാലിക ജീവനക്കാരനാണ്. രാവിലെയായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്. അതേസമയം വേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൗത്യം ഇന്നും തുടരുന്നതിനിടെ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിനിടെയാണ് പുതിയ ആക്രമണം കൂടി ഉണ്ടായിട്ടുള്ളത്. ഇത് വനം വകുപ്പിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്.